പ്രണയസാഗരം അധ്യായം 30. നൂറ സുറുമിയുടെ അരികിൽ ചെന്നു. ആരെയും വേദനിപ്പിക്കാനും സങ്കടപ്പെടുത്താനും വേണ്ടി ഒന്നും ചെയ്തതല്ല ഇത്താത്ത. ഒരുപാട് സങ്കടമായിട്ടുണ്ട് എന്നെനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും? ഇത്താത്ത അളിയനൊന്നും വേറെ പോകരുത്. എല്ലാവരും ഇവിടെ വേണം. നമുക്കെല്ലാവർക്കും കുഞ്ഞിപ്പാത്ത ഉള്ളതല്ലേ. ഇല്ല നൂറ, ഒത്തിരി സഹിച്ചു. ഇനിയും നമ്മളിവിടെ നിന്നാൽ നിനക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ കുറച്ച് കരയുമെങ്കിലും നിൻ്റെ കൂടെ വന്നാൽ ഇവിടെ റെഡിയാവും. രണ്ടാനമ്മ എന്നും രണ്ടാനമ്മ തന്നെയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇവിടെ നോക്കിയത്. സ്വന്തമായി കൈ കിട്ടിയപ്പോൾ ഇതെൻ്റെതാണെന്ന് വിചാരിച്ചു പോയി. കേസും വഴക്കും ആൾക്കാരും ഒന്നും വേണ്ടായിരുന്നു. എനിക്കിത് നേരത്തെ തന്നെ എന്നെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. വെറുതെ മനസ്സിൻ്റെ ഉള്ളിൽ ഓരോ ഭ്രാന്തൻ ചിന്തകളിട്ട് അതിപ്പോൾ ഇങ്ങനെ വളർന്നു വലുതാക്കി. അറിയാതെ പറ്റിപ്പോയ തെറ്റാണ് മോളെ, ക്ഷമിച്ചു തരണേ നീ എനിക്ക്. ഇത്താത്ത എന്താണ് പറയുന്നത് ഇത്താത്ത അല്ലാതെ വേറെ ആർക്കാ എൻ്റെ മോളെ ഇങ്ങനെ നന്നായി നോക്കാൻ കഴിയുക? നിങ്ങൾ വരണം എൻ്റെ വീട്ടിലേക്ക്. റഫീഖിൻ്റെ മനസ്സ് മുരടിച്ചു കഴിഞ്ഞിരുന്നു. അയാൾ വാഹനത്തിൽ കയറിയിരുന്ന് സുറുമിയെ വിളിച്ചു. നീ ഒന്ന് വരുന്നുണ്ടോ? സുറുമി വേഗം ചെന്ന് വണ്ടിയിൽ കയറി. റഫീഖ് ആരോടും മിണ്ടുന്നില്ല. സുറുമിയുടെ മുഖത്ത് പോലും അയാൾ നോക്കിയില്ല. ഭാര്യയ്ക്ക് അയാൾ കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റിയില്ല എന്നൊരു കുറ്റബോധം അയാളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇക്ക, വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടല്ലേ നമ്മളിങ്ങോട്ട് വന്നേ, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ടെൻഷൻ? എനിക്കങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ആകെ ആ കുഞ്ഞിൻ്റെ കരച്ചിലും അതിൻ്റെ നോട്ടവും എനിക്ക് എന്തൊക്കെയോ പോലെ. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? അവരുടെ ഭാഗത്തല്ലേക്കാ ന്യായമുള്ളത്. എന്തായാലും ഒരു 1.5 കൊല്ലം നമ്മുടെ മോളായിട്ട് ജീവിച്ചില്ലോള്. അവിടെ ഓക്ക് കുറച്ച് കുപ്പായങ്ങളൊക്കെ ഉണ്ട്. നാളെ അതവിടെ കൊണ്ടു കൊടുക്കണം. ഇനിയിപ്പോൾ ഇവിടെ വെച്ചിട്ട് എന്താ കാര്യം? ആർക്ക് വേണ്ടിയാ? ശരിയാടി, ഞാൻ എന്തായാലും അങ്ങോട്ട് കയറില്ല. വഴിയിലിറക്കിത്തരാം. നീ കൊണ്ടുവന്ന് കൊടുത്താൽ മതി. എനിക്ക് ആ ചെക്കൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ഞാൻ അവനെ പറ്റിച്ച പോലുള്ള ഒരു ഫീലിങ്ങാണ്. അതൊന്നും സാരമില്ലേക്ക, എല്ലാവർക്കും അവസ്ഥ മനസ്സിലാവും. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വാതിൽ ശക്തമായ മുട്ടുന്ന ശബ്ദം കേട്ടു. വാതിൽ തുറന്ന റഫീഖ് അവരെ കണ്ട് ഞെട്ടി. മെഹറും നൂറയായിരുന്നു. അവരുടെ കൂടെ കുഞ്ഞിപ്പാത്തു ഉണ്ടായിരുന്നു. സുറുമിയെ കണ്ട ഉടനെ കുഞ്ഞിപ്പാത്തു അകത്തേക്ക് ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. സുറുമി അവളെ വാരിയെടുത്ത് കവിളിലും നെറ്റിയിലും ഒക്കെ ഉമ്മ കൊടുത്തു. ആ കാഴ്ച കണ്ട് നൂറയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. കെട്ടിപ്പിടിച്ച കുഞ്ഞിപ്പാത്തുവിൻ്റെ കവിളിലും നെറ്റിയിലുമൊക്കെ അവളിങ്ങനെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുന്നു. വേഗം റഫീഖിൻ്റെ മടിയിൽ കയറിയിരുന്നു. അവർ അവൾക്ക് കൊടുത്ത സ്നേഹം എത്രയാണെന്ന് അതിൽ നിന്നും വ്യക്തമായിരുന്നു. പാത്തുവിൻ്റെ ലോകത്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല. സുറുമിയും റഫീഖുമാണ് അവളുടെ ലോകം. കുഞ്ഞിപ്പാത്തുവിനെ അവിടെയാക്കി നൂറയും മെഹറും തിരിച്ചു മടങ്ങി. കടൽ തീരത്തിലേക്ക് പോയി അവർ കടലിലേക്ക് കണ്ണും നട്ട് അങ്ങനെയിരുന്നു. മെഹറു നൂറയെ കെട്ടിപ്പിടിച്ചിരുന്നു. കടലൊരു കാമുകനെ പോലെ കരയിലേക്ക് ഓടി വരുന്നുണ്ട്. പുഴിയിൽ കാല് താഴ്ത്തി അവരങ്ങനെ ഇരുന്നു. എന്താണ് നൂറ താൻ ആലോചിക്കുന്നത്? ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു വല്ലാത്ത ജാതിയായിട്ടാണ് മെഹറു. ആ കുഞ്ഞു പൈതലിന് പോലും അതറിയാം. ഒരു പക്ഷേ സുറുമയേക്കാൾ ഒരു 100 ഇരട്ടി സ്നേഹം ഉണ്ടാവും നമുക്ക് അവളോട്. പക്ഷേ പ്രകടമായി അത് കിട്ടാത്തത് കൊണ്ടല്ലേ കിട്ടിയ സ്നേഹത്തിന് പുറകെ അവളും പോയത്. അതുകൊണ്ടാണല്ലോ മാധവിക്കുട്ടി പറഞ്ഞത് എനിക്കെൻ്റെ സ്നേഹം പ്രകടമായി തന്നെ വേണമെന്ന്. എടാ, വല്ലാത്തൊരു ശൂന്യത, ഒന്നും ചെയ്യാനില്ലാത്ത പോലെ നമ്മുടെ കഥയ്ക്ക് ഒരവസാനം വന്നതുപോലെ അല്ലേ? എന്തിനാ നൂറ നീ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിങ്ങനെ കൂട്ടുന്നത്? ഓരോ അമ്മയ്ക്കും അവളുടെ മകളെക്കുറിച്ച് കുറേ മോഹങ്ങളുണ്ടാവും. വേറെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് ചെറുതായ ഒരു ഇക്കിളിയൊക്കെ ഇട്ട് എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഭംഗിയുള്ള കുപ്പായങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. കണ്ണൊക്കെ എഴുതി കവിളിൽ ആ കറുത്ത പൊട്ടൊക്കെ തൊടിയിക്കണം. എന്നിട്ട് നല്ല ആട്ടിയ വെളിച്ചെണ്ണയിൽ കുറച്ച് ചൂട് ചോറൊക്കെ ഇട്ട് അല്പം ഉപ്പ് വിതറി അമ്പിളിമാവനെ കാണിച്ച് കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് വാരിക്കൊടുക്കണം. പിന്നെ ഒരു ചെറിയ സാരിയൊക്കെ ഉടുപ്പിച്ച് അവളെ അങ്ങനെ ഭംഗിയാക്കി നിർത്തണം. എല്ലാത്തിനും ഒടുവിൽ ഉറങ്ങുകയാണെങ്കിലും ഉപ്പയുടെ ശബ്ദം കേട്ടാൽ ചാടി എഴുന്നിട്ട് രാവിലെ മുതൽ നടന്ന കാര്യങ്ങളെല്ലാം ഉപ്പയോട് പരിഭവം പറഞ്ഞ് ഉപ്പ കൊണ്ടുവന്ന എണ്ണപ്പലഹാരത്തിൻ്റെ പങ്കുപറ്റി നെഞ്ചോട് ചേർക്കുന്ന മകൾ. അതൊരമ്മയുടെ അഹങ്കാരമല്ലേ? ഇതൊക്കെയാണോ ഇപ്പം നിൻ്റെ പ്രശ്നം? ഇതൊക്കെ എൻ്റെ പൊട്ടബുദ്ധിക്ക് തോന്നുന്നതാവും അല്ലേ മേറോ? അല്ലെങ്കിലും ഞാനൊരു പൊട്ടത്തിയാണ്. കിട്ടുന്ന സ്നേഹമൊന്നും മതിയാവാത്തവൾ. നൂറ,
നിന്നെ ഞാൻ കാണുമ്പോൾ നീ ഭയങ്കര ചാർജുള്ള ഒരാളായിരുന്നു, ആരുടെ മുന്നിലും കൂസാതെ നിൽക്കുന്ന ഒരാൾ. ഇപ്പോൾ നിനക്ക് എന്താണ് പറ്റിയത്? നിൻ്റെ ഈ നെഗറ്റീവ് ചാർജിൻ്റെ കാരണം എന്താണല്ലോ? എനിക്കൊരു മാറ്റവും സംഭവിച്ചാൽ എനിക്ക് തോന്നില്ല മേറു. ഇപ്പോഴും ഞാൻ ആ പഴയ നൂറയാണ്. പക്ഷേ അനുഭവത്തിൻ്റെ ചില സത്യങ്ങൾ എന്നെ വല്ലാണ്ട് പൊള്ളിക്കുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള ജീവിതം വെറുതെ ആയതുപോലെ തോന്നുന്നുണ്ടോ നിനക്ക്? ഏയ്, എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ നിനക്ക് തോന്നിയിട്ടില്ല നൂറ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതമല്ല എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നുപോയ കുറച്ച് സംഭവങ്ങൾ. നിൻ്റെ നിർത്തലുകൾ ആഗ്രഹിച്ച സമയങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കായി പോയി മേറു. എനിക്കും തോന്നിയിട്ടുണ്ട് നൂറ, വെറുതെ നൂലില്ലാതെ കെട്ടിയതാണെന്ന് തോന്നിയിട്ടുണ്ട്. നിനക്ക് എന്നെ പിരിയണമെന്ന് തോന്നുന്നു? നിന്നെ പിരിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് എനിക്ക് ആരാണുള്ളത്? ഇത് വെറും വാക്കല്ല മാഷെ, ജനിച്ചപ്പോൾ മുതൽ അനാഥയായി വളർന്ന ഒരു പെണ്ണിൻ്റെ വാക്കാണ്. എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്തവർ. ചിലർ ആൾക്കൂട്ടത്തിൽ തനിയെ എന്നൊക്കെ പറയും പോലെ. തന്നെ കണ്ട അന്ന് മുതൽ എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നി തുടങ്ങിയിരുന്നു. ഉമ്മ, ഉപ്പ, പിന്നെ നീയും സുറുമിയും അളിയനും. അതൊരു സുപ്രഭാതത്തിൽ തകർന്നു പോയതുപോലെ, അവരുടെയൊക്കെ സ്നേഹത്തിൽ ഒരു വിള്ളൽ വന്ന പോലെ. കോളേജിൽ ഒരുപാട് പെണ്ണുങ്ങളുണ്ടെങ്കിലും നിന്നെ മാത്രം ഞാൻ എങ്ങനെ തിരഞ്ഞെത്തിയെന്ന് നീ ഓർത്തിട്ടുണ്ടോ നൂറ? ഒരുപാട് തവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എങ്കിലും എനിക്കൊരിക്കൽ പോലും ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല മേറു. ഒരുപാട് ആരാധികമാരുള്ള കോളേജ് നായകൻ എങ്ങനെ എന്നിലെത്തിയെന്നത്? നിന്റെ പിറകെ ഞാൻ ഒരുപാട് നാളുകൾ മുന്നേ തന്നെ നടന്നിരുന്നു. പക്ഷെ നീ അറിയാനിട്ടാ. വെറുതെ കള്ളം പറയരുത് കേട്ടോ. സത്യം, നീ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ കോളേജ് മാഗസിനിൽ എഴുതിയ ഞാൻ തനിച്ച് എന്ന കവിത ഞാൻ വായിച്ചിരുന്നു. ഹൃദയതാളം നിലച്ചു പോകും പോലെ മനോഹരമാക്കിയ ഒറ്റയ്ക്ക് പൂത്ത ഒരു പൂവിൻ്റെ കഥ. അന്നു മുതൽ അതിൻ്റെ ആളെ കാണാനുള്ള മോഹം മനസ്സിലങ്ങനെ പടർന്നു കയറി. പിന്നെ ഒടുവിൽ കണ്ടുപിടിച്ചു. ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോഴേക്കും ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു തന്നിരുന്നു. ആ ഇഷ്ടമാണ് ഇപ്പോഴും. അവൾ മെഹറുവിനെ നോക്കി. ഞാൻ നിൻ്റെ മടിയിലൊന്ന് കിടക്കട്ടെ? മെഹറു അവളോട് ചോദിച്ചു. കടപ്പുറത്ത് മണലിൽ അവളുടെ മടിയിൽ തലവെച്ച് അവനങ്ങനെ കിടന്നു. മുടിയിഴകളെ തലോടി അവളും. മെഹ്റു, നിന്റെ സ്വന്തമായി ജീവിക്കാൻ മോഹം തോന്നുന്നു. ഇപ്പോഴും നീ എൻ്റെ സ്വന്തമല്ലേ പെണ്ണെ? എനിക്കിപ്പോഴും നിന്നോട് കടുത്ത പ്രണയമാണ് പെണ്ണെ. എനിക്ക് നിന്നിലായി അലിഞ്ഞു തീരേണ്ടതുപോലെ, നിന്റെ മാത്രമായി ജീവിച്ചു തീർക്കേണ്ടതുപോലെ, നിന്റെ നെഞ്ചിൽ ചൂടിൽ പറ്റി കിടക്കാൻ മോഹം. നിന്റെ സ്നേഹവും പരിഗണനയും എല്ലാം എന്നിലേക്ക് ആവാഹിക്കാൻ കൊതിയാവുന്നു. അവൾ ഒന്ന് അവൻ്റെ മുഖത്തേക്ക് കുനിഞ്ഞു ചുമിച്ചു. ഷാമ്പൂ ചെയ്ത മുടിയിൽ നിന്നും കൊതിപ്പിക്കുന്ന ഒരു ഗന്ധം. അവൻ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഒത്തിരി ഇഷ്ടമായി പെണ്ണെ. ചെറിയ ചാറ്റൽ മഴ പൊടിഞ്ഞു തുടങ്ങിയിരുന്നു. നമുക്ക് തിരികെ പോയാലോ നൂറ? പോവാം മെഹ്റു. പാളയം മാർക്കറ്റിനടുത്തുള്ള തട്ടുകടയിലെ മൊരിഞ്ഞ ദോശയുടെ ഗന്ധം മുക്കിൽ അടിച്ചു കയറുന്നുണ്ടായിരുന്നു. തട്ടുകടയ്ക്ക് മുന്നിലായി അവൻ വണ്ടി നിർത്തി. പഴയ ഓർമ്മകൾ അല്ലേ മാഷേ? മെഹ്റു ഒന്ന് നൂറയെ നോക്കി ചിരിച്ചു. തട്ടിൽ കൂട്ട് ദോശയും വെളുത്തുള്ളി ചട്നിയും പിന്നെ ചുവന്ന മുളക് ചമ്മന്തി കൂടി കുറച്ച് സാമ്പാറും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കൈപൊള്ളുന്ന ചൂടുള്ള ഓംലെറ്റ് പാത്രത്തിലേക്ക് പറന്നു വന്നു. എല്ലാം നന്നായി കുഴച്ച് നൂറയുടെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ മെഹ്റു പഴയ കാമുകനിലേക്ക് നടന്നെടുക്കുകയായിരുന്നു. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് ഇവനെ തന്നെ തരണേ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു അവളപ്പോൾ. തിരിച്ചു ബൈക്കിൽ കയറി അവനോടൊപ്പം മടങ്ങുമ്പോൾ അവനിലെ ചൂട് അവളിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇന്ന് നമ്മുടെ ഹോസ്റ്റൽ ദിനങ്ങൾ ഓർമ്മ വന്നു മെഹ്റു. എനിക്ക് നൂറ ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ അത് ദിവസങ്ങൾ പോലെ അല്ലേ? അവരങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ബാത്റൂമിൽ എന്തോ ശക്തിയായി വീഴുന്ന ശബ്ദം കേട്ടാണ് റഫീഖ് ഓടിച്ചെന്നത്. അവിടെ ബാത്റൂമിൽ വീണ് കിടക്കുന്ന സുറുമി. ചുമരിലെ ഗ്ലാസ് വീണ് പൊട്ടിയതാവണം, ചോരയും ഉണ്ടായിരുന്നു. എന്തു ചെയ്യണം എന്നറിയാതെ അയാൾ വിഷമിച്ചു. കുഞ്ഞിപ്പാത്തു സുറുമി കിടക്കുന്നത് കണ്ട് കരയാൻ തുടങ്ങി. സുറുമി, റഫീഖ് കുലുക്കി വിളിച്ചുവെങ്കിലും അവൾ അനങ്ങിയില്ല. പ്രിയമുള്ളവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. നമ്മുടെ പ്രണയസാഗരത്തിൻ്റെ അവസാന അധ്യായവും നമ്മുടെ കഥയുടെ അവസാനവും അടുത്ത പാട്ടിലാണ് ഉണ്ടാവുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എന്നോടൊപ്പം ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും എനിക്ക് വേണ്ടി കുറിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നാളേക്ക് ശേഷം വീണ്ടും നമ്മളൊരു പുതിയ കഥയുമായിട്ട് വീണ്ടും ഒത്തുചേരുന്നതാണ്. വീണ്ടും കാണും വരേക്കും
എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ബൈ ബൈ.